ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനെ കണ്ടിട്ട് എന്തൊരു വശപ്പശക്ക് മണക്കുന്നുണ്ടല്ലോ. നമ്മുടെ വണ്ടി നമ്പറും പേരും കൃത്യമായിട്ട് ആരും എഴുതി കൊടുത്തിട്ടുള്ള പണിയാ. ഏയ് ചുമ്മാ ഒന്ന് പേടിപ്പിക്കാനായിരിക്കടാ. ഒന്ന് ലാഗാക്കിയിട്ട് എന്തെങ്കിലും ചില്ലറപ്പിക്കാനുള്ള ബുദ്ധിയാ. സമയം കൊല്ലിക്കാനുള്ളൊരു വഴി അത്രേ ഉള്ളൂ. എന്നിട്ട് ചില്ലറോട് ഒഴിവാക്കാം. നീ വാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ രണ്ടും. എൻ്റെ സാറേ, ഒരു കണക്കിന് അത് അടുക്കി പറക്കി വെച്ചിരിക്കണേ. അലങ്കോലൊക്കെ ഞങ്ങളുടെ കഞ്ഞൂടി വെള്ളത്തിലായി പോവും. കഞ്ഞി കുടിക്കണ്ടടാ, നമുക്ക് സ്പിരിറ്റ് കുടിക്കാം. ഞങ്ങൾ നോക്കട്ടെ എന്താണെന്ന്. എന്തുവാടാ ഇത്? സാറേ, സംഗതിയുണ്ട്. 2 കന്നാസ് നിറച്ചുണ്ട്. കമല, സ്പിരിറ്റാ. വേറെ കന്നാസ് ഉണ്ടോ നോക്കണോ? ഇത് ആർക്ക് കൊടുക്കാൻ കൊണ്ടുപോടാ? സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ല. അതൊക്കെ ഞങ്ങൾ അറിയിച്ചു തരാം. ദേ, ഇവന്മാരെ ആ കന്നാസും കൂടി ചേർത്ത് നിർത്തി വേണം ഫോട്ടോ എടുക്കാൻ. തനങ്ങൊന്ന്. അച്ഛനെ, ചാനലുകാരെല്ലാം മുൻകൂട്ടി വിളിച്ചു നിർത്തിയിട്ടുള്ള പണിയാ. ഉന്നം വെച്ചിരിക്കുന്നത് ആശാനയല്ല, ഏട്ടത്തിയമ്മയാ. എടാ, നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. അവന്മാര് ക്യാമറയായിട്ടും കൂടെ വരുന്ന മുമ്പ് ആശാൻ വിട്ടോ. കുറ്റം തൽക്കാലം ഞാൻ ഏറ്റോളാം. ഇവിടെ നീ എന്തൊക്കെയാ പറയുന്ന? വേണ്ട, നമുക്ക് വേറെ ആശാൻ പുറത്തുണ്ടെങ്കിൽ എന്നെ ഇറക്കുന്നുള്ള എനിക്ക് ഉറപ്പാണ് ആശാനെ. പക്ഷെ ആശ അകത്തോ എല്ലാം പാളും ആശാനെ. എടാ, ആശാൻ വിട്ടോ. ആശാനെ ഞാൻ നോക്കിക്കോളാം. എടാ, ഞാൻ ഏറ്റോളാം കുറ്റം. കമല, പോ ആശാനെ, പോ. ആശാനെ കിട്ടാൻ പോകുന്നില്ല. ആശ ഓട്ടത്തിന് ചടന്നൊക്കെ ആശാൻ ഹീറോയാ. സ്പിരിറ്റ് കൊടുത്തിട്ട് നിന്ന് വാച ഓടിക്കുന്ന പൊന്നം. അവനെ കിട്ടിയില്ലെങ്കിൽ ഇന്ന് നിന്റെ നാശം. അടി വരെ വെച്ചിട്ടുണ്ട് സാറേ. എന്നാലും എന്റെ ആശാനെ കിട്ടില്ല നിങ്ങക്ക്. ആശാന വേണ്ടടാ, ഞങ്ങൾക്ക് നിന്നെ മതി. നിന്നെ വെച്ച് നിന്റെ ആശാനെ ഞങ്ങൾ വരുത്തിക്കോളാം. ഞാനും എന്റെ ഭർത്താവും ദേ എന്റെ മോളും താമസിക്കുന്ന വീട്. ഇവിടെ ഞങ്ങൾ പല ബിസിനസ്സും ചെയ്യും. പരാതി ഉണ്ടെങ്കിൽ പോലീസ് കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കണം. ദേ, ഇനി എന്റെ ഭർത്താവിനെ നിങ്ങൾ തൊട്ടാ ഭവന ഭേദനത്തിന് നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. എന്താണ് തലയ്ക്ക് കൈ വെച്ചോണ്ടിരിക്കുന്നത്? നാടോട്ട് പോയ നിന്റെ അച്ഛൻ എവിടെ കിടക്കുന്നത്? ചത്തോ? ഓ
അതോ ഇനി അങ്ങനെ തിരിച്ചു വന്നോ? തിരിച്ചു വന്നാ നിന്റെ അമ്മയുടെ റിയാക്ഷനും ഈ രീതിയിലായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വരുന്നേ? രോഹിത് പ്ലീസ്, എനിക്ക് തലവേദന എടുത്തിരിക്കുക. എടേ നീ ആടി ഇപ്പൊ എന്റെ തലവേദന. രോഹിത് വെറും തലവേദന ഒന്നുമല്ല, ഈ ചെന്നിക്കുത്തെന്നൊക്കെ പറയില്ലേ, അത് തലവേദനയുടെ തല തൊട്ടപ്പനാ. അല്ലെങ്കിലും ഈ കിടക്കാൻ നേരത്തെ നിനക്ക് എപ്പോഴും ഈ തലവേദന ഉള്ളതാ. അല്ല ഇത് എനിക്കെതിരെയുള്ള സമരമുറയൊന്നും അല്ലല്ലോ. ഈ പഴസി ബാക്കി വെച്ച യുദ്ധതന്ത്രം പോലെ എന്തെങ്കിലും. എന്തായാലും എനിക്ക് നിന്നെ ഇപ്പൊ ശരിക്കും വേണ്ട. പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് ഒഴിവാക്കി. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാ നിന്നെ എനിക്കിപ്പോ വെറുപ്പാ, അത്ര തന്നെ. പിന്നെ എന്തിനാ എന്നെ തിരിച്ചു വിളിച്ച്? നിങ്ങളുടെ ഇവിടുത്തെ പേക്കൂത്ത് കാണാനോ? ഞാൻ എന്റെ വീട്ടിൽ മനസമാധാനത്തോടെയല്ലേ നിന്നത്? എന്നെ ഇങ്ങനൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. അല്ലെങ്കിലും ഇതൊരു വീടാണോ? കുറെ ആഭാസന്മാർ ചേർന്നുള്ള പങ്ക് കച്ചവടം, അതിനു വേണ്ടിയുള്ള ഒരു സ്ഥലം. രണ്ടു നേരം സത്യമ്മ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന പൂജാമുറിയിൽ വരെ മദ്യവും മദ്യക്കുപ്പികളും കയറ്റിയ നിങ്ങക്ക് ഇതുകൊണ്ട് എവിടെ നേട്ടം ഉണ്ടാവാനാ? ഓരോ ദിവസവും ചെല്ലും തോറും പരാജയത്തിന്റെ പടുകുഴിയിൽ വീണുകൊണ്ടിരിക്കുക രോഹിത്. ഇതിന്നൊരു മോചനം നിങ്ങൾക്കുണ്ടാവുന്ന എനിക്കൊരു വിശ്വാസവും ഇല്ല. ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാക്കണമെന്നും സമാധാനത്തോടെ കഴിയണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? കുടുംബജീവിതം എന്തോന്ന് കുടുംബജീവിതം? ഈ കുടുംബജീവിതത്തിന് ആദ്യം വേണ്ടത് ഐക്യം, പിന്നെ പരസ്പരമുള്ള കമ്മിറ്റ്മെന്റ്. നമ്മൾ തമ്മിൽ അക്കാര്യത്തിൽ ആദ്യമേ അങ്ങ് തെറ്റി. പിന്നെ എങ്ങനെയാണ് ഈ ഒന്നിച്ച് കുടുംബജീവിതം ഉണ്ടാക്കുന്നത്? എനിക്കിനി ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോയാ മതി. ദിവസവും 2 അടിക്കണം, നീയുമായിട്ട് 1 2 പറഞ്ഞ് ഒച്ച വയ്ക്കണം, പിന്നെ ഇവിടെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങണം. അതിനപ്പുറത്തേക്കൊന്നും ഒരു ചിന്ത എനിക്കില്ല. പിന്നെ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്ന് കരുതിയാണ് നിന്റെ തലവേദനയെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. വെറുതെ ഇല്ലാത്ത അവിടെയും കാഴ്ചവെച്ച് ഉർവശി അവാർഡൊന്നും നീ ഷോക്കേസ് വാങ്ങിച്ചു വെക്കണ്ട. അതെ, എന്റെ തലവേദന ഇവിടുത്തെ ചുറ്റുപാടുകൾ തന്നെയാ. ഇവിടെ എനിക്ക് കുടുംബമായിട്ട് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു വീടല്ലല്ലോ, സത്രമല്ലേ. വരുന്നവർക്കും പോകുന്നവർക്കും അവകാശമുള്ള ഒരു സത്രം.